നിയമാവർത്തനം 3-ാം അധ്യായം. നമ്മൾ ബാഷാന്റെ വഴി ലക്ഷ്യമാക്കി കയറിച്ചെന്നു. അപ്പോൾ ബാഷാൻ രാജാവായ ഓഗും അവൻ്റെ ജനം മുഴുവനും യദ്രോയിൽ വെച്ച് നമ്മെ നേരിടാൻ യുദ്ധത്തിന് പുറപ്പെട്ടു. എന്നാൽ കർത്താവ് എന്നോട് അരുൾ ചെയ്തു, അവനെ ഭയപ്പെടേണ്ട, എന്തെന്നാൽ അവനെയും അവൻ്റെ ജനം മുഴുവനെയും ദേശവും ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഹെഷ്ബോണിൽ താമസിച്ചിരുന്ന അമോരി രാജാവായ സീഹോനോട് നിങ്ങൾ ചെയ്തതുപോലെ ഇവനോടും ചെയ്യണം. അങ്ങനെ നമ്മുടെ ദൈവമായ കർത്താവ് ബാഷാൻ രാജാവായ ഓഗിനെയും അവൻ്റെ ജനം മുഴുവനെയും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു. അതിജീവിക്കുന്നതായി ഒന്നും അവന് അവശേഷിപ്പിക്കാതെ നമ്മൾ അവനെ പ്രഹരിച്ചു. അവൻ്റെ എല്ലാ പട്ടണങ്ങളും അക്കാലത്ത് നാം പിടിച്ചടക്കി. അവരിൽ നിന്ന് നമ്മൾ പിടിച്ചെടുക്കാത്ത ഒരു പട്ടണവുമില്ലായിരുന്നു. ബാഷാനിലെ ഓഗിൻ്റെ രാജ്യം അർഗോബ് പ്രവിശ്യ മുഴുവനിലുമുള്ള 60 പട്ടണങ്ങളായിരുന്നു. തുറസായ ഒട്ടനവധി പട്ടണങ്ങൾക്ക് പുറമെ ഉയർന്ന കോട്ടകൾ, ഇരട്ടവാതിലുകൾ, ഓടാമ്പൽ എന്നിവയുള്ള ദുർഗമങ്ങളായ പട്ടണങ്ങളായിരുന്നു ഇവയെല്ലാം. ഹെഷ്ബോണിലെ സീഹോനോട് നാം പ്രവർത്തിച്ചതുപോലെ ഓരോ പട്ടണത്തിലെയും ആണുങ്ങൾ, പെണ്ണുങ്ങൾ, കുഞ്ഞുങ്ങൾ എന്നിവരെ നശിപ്പിച്ചുകൊണ്ട് നമ്മൾ അവയെ ഉന്മൂലനാചാര വിധേയമാക്കി. എന്നാൽ സകല മൃഗത്തെയും പട്ടണങ്ങളുടെ കൊള്ള മുതലും നമുക്കായി നമ്മൾ കവർന്നെടുക്കുകയുണ്ടായി. അർണോൺ അരുവി മുതൽ ഹെഷ്മോൺ മല വരെയുള്ള പ്രദേശം ജോർദാൻ്റെ മറുകരയുള്ള 2 അമോരി രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് അക്കാലത്ത് നമ്മൾ പിടിച്ചെടുത്തു. സീദോൻകാർ ഹെർമോണിനെ വിളിക്കുന്നത് സിറിയോൻ എന്നാണ്. അമോര്യർ അതിനെ സെനീർ എന്ന് വിളിക്കുന്നു. ബാഷാനിലെ ഓഗിൻ്റെ പട്ടണങ്ങളായിരുന്നു എല്ലാ സമതല പട്ടണങ്ങളും, ഗിലെയാദ് മുഴുവനും, സൽക്കായും എദ്രേയിയും വരെയുള്ള ബാഷാൽ മുഴുവനും. റാഫാകളുടെ ശിഷ്ടഭാഗത്ത് നിന്ന് ബാഷാൻ രാജാവായ ഓഗു മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. ഇതാ, അവൻ്റെ കട്ടിൽ ഇരുമ്പുകട്ടിലായിരുന്നു. അതല്ലേ അമ്മോന്യരുടെ റബ്ബായിലുള്ളത്? പുരുഷൻ്റെ മുഴങ്കൈയളവിൽ അതിൻ്റെ നീളം 9 മുഴമായിരുന്നു, വീതി 4 മുഴവും. അക്കാലത്ത് നമ്മൾ ഈ ദേശം കൈവശപ്പെടുത്തി. അർണോൺ അരുവിക്ക് സമീപമുള്ള അരോവേർ മുതലും ഗിലെയാദ് മലയുടെ പകുതിയും അതിൻ്റെ പട്ടണങ്ങളും ഞാൻ റൂബൻകാർക്കും ഗാദുകാർക്കുമായി കൊടുത്തു. ഗിലെയാദിൻ്റെ ബാക്കിയും ഓഗിൻ്റെ രാജ്യമായിരുന്ന ബാഷാൻ മുഴുവനും ഞാൻ മനാസയുടെ ഗോത്രപാതിക്ക് നൽകി. അർഗോബ് പ്രദേശമെല്ലാം ഉൾപ്പെടുന്ന ബാഷാൻ മുഴുവനും റാഫാകളുടെ ദേശമെന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. ഗഷൂറുകാരുടെയും മക്കാത്തുകാരുടെയും അതിർത്തി വരെയുള്ള അർഗോബ് പ്രദേശം മുഴുവൻ മനാസയുടെ പുത്രൻ യായീർ പിടിച്ചെടുത്ത് അവ തൻ്റെ പേരിനോട് ചേർത്ത് ബാഷാൻ ഹവ്വോത്ത് യായീർ എന്ന് വിളിച്ചു. ഈ ദിനം വരെയും അങ്ങനെ തന്നെ. മാക്കീറിന് ഞാൻ ഗിലെയാദ് കൊടുത്തു. റൂബൻകാർക്കും ഗാദുകാർക്കും ഞാൻ കൊടുത്തത് ഗിലെയാദ് മുതൽ അർണോൺ അരുവിയുടെ മധ്യം വരെയും അമ്മോന്യരുടെ അതിർത്തിയായ യാബോക്ക് അരുവി വരെയുമുള്ള ഭൂവിഭാഗവും, കിന്നരത്ത് മുതൽ കിഴക്കോട്ട് പിസ്ഗായുടെ ചരിവുകൾക്കു താഴെ ഉപ്പുകടലായ അറാബ കടൽ വരെയും ജോർദാനും ഭൂവിഭാഗവും സമതലവും ആയിരുന്നു. അക്കാലത്ത് ഞാൻ നിങ്ങളോട് ഇപ്രകാരം ആജ്ഞാപിച്ചു: കൈവശമാക്കാനായി ഈ ദേശം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. നിങ്ങൾ ശക്തന്മാരായ എല്ലാവരും നിങ്ങളുടെ സഹോദരരായ ഇസ്രായേല്യരുടെ മുമ്പേ അണിനിരന്ന് മുന്നേറണം. എന്നാൽ നിങ്ങളുടെ സ്ത്രീകളും കുഞ്ഞുങ്ങളും കന്നുകാലികളും, നിങ്ങൾക്ക് ധാരാളം കന്നുകാലികളുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നിങ്ങളുടെ പട്ടണങ്ങളിൽ തന്നെ പാർക്കട്ടെ. നിങ്ങളെപ്പോലെ നിങ്ങളുടെ സഹോദരർക്കും കർത്താവ് വിശ്രമം നൽകുകയും നിങ്ങളുടെ ദൈവമായ കർത്താവ് ജോർദാൻ്റെ മറുകരെ അവർക്ക് നൽകുന്ന ദേശം അവരും കൈവശമാക്കുകയും ചെയ്യുന്നതുവരെയാണത്. പിന്നെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള അവനവൻ്റെ കൈവശഭൂമിയിലേക്ക് നിങ്ങൾക്ക് മടങ്ങാം. അക്കാലത്ത് ഞാൻ ജോഷുവയോട് ഇപ്രകാരം കൽപ്പിച്ചു: ഈ 2 രാജാക്കന്മാരോട് നിങ്ങളുടെ ദൈവമായ കർത്താവ് ചെയ്തതെല്ലാം നിങ്ങളുടെ കണ്ണുകൾ കണ്ടതാണല്ലോ. നീ കടന്നു ചെല്ലുന്ന ഇടത്തെ എല്ലാ രാജ്യങ്ങളോടും കർത്താവ് അപ്രകാരം തന്നെ ചെയ്യും. നിങ്ങൾ അവരെ ഭയപ്പെടരുത്, എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. അക്കാലത്ത് ഞാൻ കർത്താവിനോട് ഇപ്രകാരം കനിവിനിരന്നു: കർത്താവേ, എൻ്റെ നാഥ, അങ്ങയുടെ മഹത്വവും ശക്തമായ കരവും അങ്ങയുടെ ദാസനെ അങ്ങ് കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നുവല്ലോ. അങ്ങ് പ്രവർത്തിക്കുന്നത് പോലെയും
ശക്തി പ്രകടമാക്കുന്നത് പോലെയും നിവർത്തിക്കുന്ന ദൈവം ആകാശത്തിലും ഭൂമിയിലും വേറെ ആരുണ്ട്? ഞാൻ കടന്നു ചെന്ന് ജോർദാനക്കരെയുള്ള വിശിഷ്ടമായ നാടും ആ മനോഹരമായ മലനിരയും ലബനോനും കാണാൻ അങ്ങ് അനുവദിക്കണമേ. എന്നാൽ നിങ്ങൾ നിമിത്തം കർത്താവ് എന്നോട് കോപിച്ചിരിക്കുകയായിരുന്നു. അവിടുന്ന് എന്നെ ശ്രവിച്ചില്ല. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, മതി, ഇക്കാര്യത്തെക്കുറിച്ച് ഇനിയും എന്നോട് സംസാരിക്കുന്നത് നീ തുടരരുത്. പിസ്ഗാശൃംഗം കയറി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നിന്റെ ദൃഷ്ടികൾ ഉയർത്തി നീ തന്നെ നേരിട്ട് കണ്ടുകൊള്ളുക. എന്തെന്നാൽ ഈ ജോർദാൻ നീ കടക്കുകയില്ല. നീ ജോഷുവയെ അനുശാസിക്കുക, അവനെ ശക്തിപ്പെടുത്തുക, പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. എന്തെന്നാൽ അവൻ ഈ ജനത്തിന് മുമ്പേ മുന്നേറും. നീ കാണുന്ന ദേശം അവകാശമാക്കാൻ അവൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ബോത്പയോറിന് എതിരെയുള്ള താഴ്വരയിൽ താമസിച്ചു.